സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുവേ ഇതിലേ ഇതിലേ എൻ സിന്ദൂരമുണ്ടോ സിന്ദൂരം സ്വർഗായികേ ഇതിലേ ഇതിലേ. ആരാ സ്വർഗായിക? ഇതിലെ വരുമോ സ്വർഗായിക? നീ ഇപ്പൊ എന്താ ചെയ്യണേ? വീഡിയോ എടുക്ക. എന്തിനാ? ഫേസ്ബുക്കിടെ. ഫേസ്ബുക്കിലിട്. വൈറലാവും. വേണ്ടാത്ത പണിയല്ല അത്. ഓഫ് ചെയ്ത് വെച്ചാ ഫേസ്ബുക്കിൽ ഇട്ട സ്വർഗായിക നേരത്തെ ഇങ്ങെത്തും. നീ ഫോൺ ഇടാ. തങ്കം ഇപ്പൊ ഇടാം. തങ്കം ഒന്നിട്ട് വന്നേ. ക്ലീറ്റസിനൊക്കെ വലത്തായി പറഞ്ഞിട്ട് എന്റെ മോള് അവളുടെ സ്വഭാവം ശരിയല്ല. ഡൈ അടിക്കണ ഫോട്ടോ എടുത്തതാ. അത് ഫേസ്ബുക്കിൽ ഇടാണെന്ന് പറഞ്ഞ പോലെ രാവിലെ ഡൈ ഒക്കെ അടിച്ച് പെണ്ണാണലുണ്ടോ? പെണ്ണ് കാണാൻ മാത്രമേ ഡൈ അടിച്ചൂടൂ. പെണ്ണാണല്ല, സ്വപ്ന കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ആണോ? അതെ, നീ ആ ഫോണ് ഓഫ് ചെയ്യാതെ ഭയങ്കരമായിട്ട് വളർന്നു വരുന്നുണ്ട്. ഡിലീറ്റ് ചെയ്തു. ക്ലീറ്റസിനെ വിളിക്ക്. ക്ലീറ്റോ പെരക്കാത്ത ഇരിക്കുന്ന ആളാണോ? ക്ലീറ്റോന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേരം വിളിച്ചാ ക്ലീറ്റോ സെമിനാറിന് പോയേക്കാ. 10 മണി കഴിഞ്ഞ് പുറത്തിറങ്ങണ എത്ര നേരത്തെ? എന്ത് സെമിനാർ അമ്മാവാ? ഇപ്പൊ പ്രളയം വന്നില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്ര? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ സംഭവങ്ങൾ വന്നിവിടെ. വരൾച്ച. അതിന് സെമിനാർ കൂടാൻ പോയേക്കാ ക്ലീറ്റോ. രാഷ്ട്രീയക്കാരുടെ ഒരു ഭാഗ്യം. ഒരു പ്രളയം, എന്നിട്ട് അതിന്റെ പിന്നാലെ അത് കഴിഞ്ഞൊരു വരൾച്ച, അതിന്റെ പിന്നാലെ കാശിന് എന്തായാലും പുച്ഛിച്ച നമ്മുടെ നാട്ടില് വരൾച്ച വരാതിരിക്കാൻ വേണ്ടിട്ട് ആ പാവ ഇപ്പൊ സെമിനാറിന് പങ്കെടുക്കാൻ പോയിക്കണം. വല്ല അറിയണ്ടോ? അവന് ഈ വീട്ടിലെ കാലുകുത്തി അന്ന് പോലെ തുടങ്ങിയത് അവിടെ വരൾച്ച. അത് മാറാൻ എന്തോ ഒരു പഠിപ്പിച്ചിരിക്കാനാണ്. എന്നാ നാട് നേരാക്കണം. വെറുതല്ല മൂക്കില് പല്ല് മുറിച്ചിട്ടും കല്യാണം നടക്കും. നീ ഇപ്പൊ എന്താ പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. മൂക്കില് പല്ല് വരണ കാര്യം പറഞ്ഞു. മൂക്കില് പല്ല് മുളച്ചു ആരെങ്കിലും ഉദ്ദേശിച്ചത് നീ പറഞ്ഞു? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ഈ മൂക്കിൽ എങ്ങനെ പല്ല് വരണേ? അത് നിന്റെ തന്തേ പോലെ വായിലെ നാക്കിന് നീളം കൂടുമ്പോ സ്ഥലം ഇല്ലാണ്ട് വരുമ്പോ ചിലപ്പോ പല്ല് മൂക്ക് കൂടെ വരും. എന്റെ ക്ലീറ്റോന് വായില് നാക്കുണ്ടെങ്കിലേ അത് നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നാക്കാ. ചുമ്മാ കണ്ണാടി ഇതിട്ട് എന്ത് കോലാന്ന് പറഞ്ഞില്ല. അവന്റെ നാക്ക് കാരണം ഈ വീട്ടിലെ സമാധാനം ഇല്ല. അപ്പൊ നാട്ടുകാരുടെ ഒരു അവസ്ഥ. ഹലോ ഹലോ അമ്പിളിക്കുട്ടാ, എന്താ? ഹലോ 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 എന്താ എടാ? കേൾക്കാമോ? ഹലോ എടാ, ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ഏത് ഉദാഹരണം കിടക്കുന്നു? മക്കളെ മക്കളെ അപ്പൂപ്പ എവിടെ പോയിടാ? അപ്പൂപ്പ എവിടെ പോയി? ചെറുപ്പക്കാരനല്ലേ? മൊത്തം ഡയ്യാ. അവളുടെ അപ്പൂപ്പൻ ചത്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അടിയന്തരം. നീ ചെറുപ്പക്കാരൻ എന്റെ കൂടെ ഒക്കെ കൂടിയ വയസ്സാവും. അതുകൊണ്ടാ. അത് മക്കൾക്ക് ഇപ്പോഴും അറിയാമോ? 28 കൊല്ലമായിട്ട് അടിച്ചോണ്ടിരിക്കുന്നത്. അതെ, മനുഷ്യന് സമാധാനം കാണാൻ പറ്റുന്നുണ്ടോ? കല്യാണം കഴിക്കാതെ നന്നായി. 4 കൊല്ലം കഴിയട്ടെ, വെച്ച് വരും. കല്യാണം കഴിക്കാത്ത നന്നായി ചേട്ടാ. കാരണം വീട്ടിലുള്ള പൈസ മൊത്തം ഡൈക്ക് കൊടുക്കല്ലോ. ഇവിടെ കേൾക്കാമോടാ? എവിടെ? സെക്രട്ടറി എടുത്താ? രാവിലെ എന്താ കാര്യം അവിടെ? പിന്നെ നമ്മൾ സംസാരിച്ചാൽ എന്തായി? അല്ല, പൈസ ഒരു പ്രശ്നമാക്കണ്ട. അതെങ്ങനെ നേടാം നമുക്ക്? അതാണ്. ഇല്ലില്ല, അവളുടെ ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ അത്. അല്ല, ഞാൻ ഈ ഒരൊറ്റ കാര്യത്തിനുവേണ്ടി ലീവ് എടുത്ത് നിൽക്കുക ഇവിടെ. വേണോ ഞാൻ സെക്രട്ടറി വരട്ടെ? കാശ് എത്ര വേണമെങ്കിലും ചിലവാക്കാം സെക്രട്ടേറിയറ്റ്. അപ്പോൾ എന്തോ അഴിമതിയുണ്ട്. ശരിടാ, ശരി. ഒരു വേഷ വിചാരിക്കണ്ട, ഇതിൻ്റെ കൂടെ നിന്നോളണേ. ഓഹോ, ഭാര്യയ്ക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാൻ ശരിയാക്കി തരാടാ. ശരി. ഇതൊരു ചുറ്റിക്കറക്കം എന്താ അവിടെ? ചുറ്റിക്കറങ്ങുന്നല്ലേ അവിടെ? വന്നിട്ട് മണ്ടരി കടലാസ് അടിക്കുക.
എന്താ കടലാസ് ചെടിക്ക് മണ്ടരി വന്നൂടെ? അല്ല തെങ്ങിന് മണ്ടരി വരുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. സൂര്യപ്രകാശം ഏക്കുന്ന എല്ലാത്തിനും മണ്ടരി വരും. അങ്ങനെ ഇപ്പൊ നിനക്ക് മണ്ടരി വരണ്ടേ? അത് വരും. അത് ഈ മണ്ടരി കാറ്റ് വീഴ്ചയിലൂടെ വരണാണ്. അതിലൊക്കെ നീ അല്ലേ, എങ്ങനെ വരാതിരിക്കും? ഇവന് നാവൂടെ ഇല്ലായിരുന്നു നിങ്ങൾ അവസ്ഥ ആലോചിക്കുകയാണ്. ഇവിടെ ആള് നനക്കും. അമ്മയുടെ അമ്മയുടെ പോയി അമ്മ ഇങ്ങനെ വിളിക്കാൻ എനിക്കും അറിയാം. നിനക്ക് അറിഞ്ഞൂടെ അമ്മ എവിടെയാണെന്ന്? അമ്മ കണ്ടില്ല. അതേ തങ്കം, ഇവിടെ എന്തൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട് കേട്ടോ. അയ്യോ വേസ്റ്റ്. കഴുത അതല്ല, ഇങ്ങോട്ട് വാ. ഇത് അതൊന്നുമല്ല, വേസ്റ്റ് ഉണ്ട. ഈ നാറ്റം വരുന്നത് എവിടെന്നാന്ന് അറിയാമോ? ഇതങ്ങ് സെക്രട്ടേറിയറ്റ്. എന്ത് ക്ലീറ്റോ എടേ, നിന്റെ ആങ്ങള കനകനും അമ്പിളിക്കുട്ടനുമായിട്ട് എന്തോ പുതിയ ഇടപാടുകളുണ്ട്. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ടും കേട്ടതാ. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ കേൾക്കാൻ പറ്റുമോ? നിന്റെ ഈ മാമനില്ലേ, മാമന്റെ കാര്യത്തിൽ എനിക്ക് കണ്ണും കാതുമൊക്കെ ഒരുപോലെ കേട്ടോ. അല്ല എന്നാലും അവനും അമ്പിളിക്കുട്ടനായിട്ട് എന്തായിരിക്കും ഇടപാട്? ഡാഡി, ഇന്നലെ അമ്പിക്കുട്ടൻ മാമൻ ഇവിടെ വൈകുന്നേരം വന്നിട്ട് കനമാമത്ത് ഒരുപാട് എന്തൊക്കെയോ സംസാരിച്ചു. എന്താ പറഞ്ഞു? അത് അറിഞ്ഞൂടാ. അറിയണോ എന്താ പറഞ്ഞെന്ന് അറിയണോ? ഒരു കവടി നിർത്തി നോക്ക്. നിങ്ങൾക്ക് എന്താ ക്ലീറ്റോ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. ഒന്നല്ലെങ്കിൽ കനകൻ അല്ലെങ്കിൽ അമ്പിളിക്കുട്ടൻ ചേട്ടൻ. കണ്ട കണ്ട, നീ അവൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞെടുത്ത് പോയി നിന്ന് കിണ്ടിയിട്ട് വന്നിങ്ങോട്ട് ഇവിടെ വന്നേ. എന്താ നിങ്ങൾക്ക്? അത് ശരി. എന്റെ പൊന്നു, അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വായിൽ കോലിട്ട് ഇളക്കണ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അളിയാ, നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് നടക്കണത് എനിക്കൊന്ന് കാണണം. ക്ലീറ്റസ് ആണ് പറയണത്. നിന്റെ ഈ പരിപാടി ഞാൻ പൊളിച്ചിരിക്കും. പരിശീലന കമ്പനി കാണാൻ പോകുന്ന പറയാടി. ആക്കിയതാ മോളെ? വേണ്ട കേട്ടാ കേട്ടാ. നീ ആവട്ടെ, നീ ഇപ്പൊ ചെറിയ ക്ലാസ്സിലല്ലേ ആള്. വളർന്നിട്ട് മതി കേട്ടോ. എല്ലാരും കൂടെ പറയാൻ. അതെ, നീ എന്നെ അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും തരണ്ട കേട്ടാ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വായി പറഞ്ഞ എല്ലാം ഇതാക്കാന്ന് വിചാരിക്കണ്ട. ഞാനിത് മലയാളം മീഡിയത്തിലാക്കി കളയും. അങ്ങ് ഇൻസ്പിറേഷൻ. അവള് ഡാഡിയെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഇതുമില്ല. തന്തയാണോ തള്ളയാണോ ഇൻസ്പിറേഷൻ? അവള് അല്ലേ അങ്ങ് പറയാണ്. തള്ളമാർക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളതാണ്. അതെങ്ങനെ? അങ്ങനെയല്ലേ തള്ളമാർ വളർത്തണേ? സോറി. Alien versus Alien.